പറയണ്ടേ? ഷോൺ ടെലിഫോണിലുണ്ട്. ബുദ്ധിവീർപ്പിച്ചതാണെന്ന് ആങ്കർ തന്നെയാണ് പറഞ്ഞത്. അവിടെ മറ്റ് പുറത്തു നിന്നുള്ള ശക്തികൾ അവിടെ എത്തിയെന്ന് ആങ്കറാണ് സൂചിപ്പിച്ചിട്ടുള്ളത്, ഞാനല്ല. അത് ഷോൺ ജോർജ് എത്തിയതിന്റെ വിശദീകരണം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് പറയണമല്ലോ. ഞങ്ങള് അവിടെ ആ സ്കൂളിന്റെ ലെറ്റർ പാഡിൽ മാനസിക സമ്മർദ്ദവും ഭീഷണിയും തുടർന്ന് ഞങ്ങൾ 2 ദിവസത്തിന് ഈ സ്കൂൾ അടച്ചിടുകയാണെന്ന് പറഞ്ഞതിന്റെ 2ാമത്തെ ദിവസമാണ് ഞാൻ അവിടെ എത്തിയത്. ഞാൻ അവിടെ എത്തിയതാണ് കുഴപ്പം. നിങ്ങൾ വളരെ മനഃപൂർവ്വമായി ആ മാതാപിതാക്കളുടെ കൂടെ എത്തിയ 6 പേർ, ആ 6 പേരുടെ രാഷ്ട്രീയം എന്താ നിങ്ങൾ പറയാത്തെ? SDP അങ്ങനെ ഒരു ശ്രമം, SDP-യുടെ പേര് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഭയം? അപ്പൊ എന്താണ് നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരു സ്കൂളില് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ 117 ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് ആർക്കുമില്ലാത്ത പരാതി ഈ കുട്ടിക്ക് എങ്ങനെ ഉണ്ടായി? ഈ കുട്ടി അതേ സ്കൂളിൽ പഠിക്കുന്നു കഴിഞ്ഞ 4 മാസക്കാലമായി. ആ 4 മാസക്കാലമായി ആ കുട്ടിക്കില്ലാത്ത പരാതി ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഉയർന്നു വരുന്നു? ആ ഉയർന്നു വന്ന പരാതിയിന്മേൽ മാനേജ്മെന്റ് ആ കുട്ടിയോട് ഇത് ധരിക്കുന്നത് സ്കൂളിന്റെ യൂണിഫോം അല്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ടു പുറകെ സംഘടിതമായി SDP-യുടെ പ്രവർത്തകർ എങ്ങനെ ആ പെൺകുട്ടിയുടെ പിതാവിനോടൊപ്പം ആ സ്കൂളിൽ ചെന്ന് അവരോട് ഈ ബഹളം ഉണ്ടാക്കുന്നു? ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണ്. അവിടെ അത്തരത്തിലുള്ള ഒരു ലെറ്റർ പാഡിൽ ഞങ്ങൾക്ക് ഇത്ര വലിയൊരു സമ്മർദ്ദം, ഈ നാട്ടിൽ സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ സമ്മർദ്ദമുണ്ട്. നമ്മൾ അന്വേഷിച്ചു എന്താണ് ആരുടെ സമ്മർദ്ദം? SDP-യുടെ സമ്മർദ്ദമുണ്ട്. അവിടെ ഞങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഞങ്ങൾക്ക് വിഷയമല്ല. ഈ നാട്ടിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ, ഭയങ്കര സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ന്യൂനപക്ഷ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലുള്ള ഒരു വലിയ നീതി നിഷേധമാണ്. ആ നീതി നിഷേധത്തിനെതിരെ ഞങ്ങൾ തീർച്ചയായിട്ടും പോവുകയും ചെയ്യും. അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു ഷോൺ. 2 കാര്യങ്ങൾ സംഭവിച്ചു. ഇവിടെ ഹൈബിയുടെ MP അങ്ങോട്ട് പോയില്ല, പക്ഷേ ജാർഖണ്ഡിൽ പോയി എന്നുള്ള വിമർശനം ഉയർന്നിരുന്നുവല്ലോ. അത് BJP ഹാൻഡിലുകളും അത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ജാർഖണ്ഡിൽ കന്യാസ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് UDF-ഉം LDF-ഉം ഒക്കെ അതിൽ ഇടപെട്ടു, അതിൽ MP-മാരും ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ ഇവിടെ പള്ളുരുത്തിയിൽ സംഭവിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായില്ല എന്ന്. ഹൈബിയുടെ നിന്ന് അവിടെ പോയി, അവിടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിലെത്തും, സ്കൂളിന്റെ നിയമാവലിയും ഹൈക്കോടതി വിധിയും അംഗീകരിക്കാം എന്ന് രക്ഷിതാവും സമ്മതിച്ചു എന്നാണ്. പിന്നീട് വൈകിട്ടായപ്പോൾ മറ്റൊന്നുകൂടി സംഭവിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഹിജാബ് ധരിച്ച് തന്നെ കുട്ടിക്ക് സ്കൂളിൽ ചെല്ലാനുള്ള അനുവാദം നൽകണം, അതിനുള്ള കർശന നിർദ്ദേശം സ്കൂളിന് നൽകിയിട്ടുണ്ട് എന്നും. ഈ 2 കാര്യങ്ങളെ പറ്റിയുള്ള പ്രതികരണം. എപ്പോഴാണ് ജനപ്രതികൾ പോയത്? ഇന്നലെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഛത്തീസ്ഗഡിൽ പോയ ജനപ്രതികളെ ആരെയും ഈ പള്ളുരുത്തിയിലോട്ട് കണ്ടില്ല എന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയതിന് ശേഷമാണ് ഇന്ന് അവിടെ എത്തിയത്. എത്തിയിട്ട് പറഞ്ഞ എന്താ, ഇവിടെ ചിലര് വന്നു, ഞാൻ ചെന്നതിനാണ് കുഴപ്പം. അവിടുത്തെ വിഷയങ്ങളിൽ അവരാരും ചെല്ലാതിരുന്നതിനല്ല കുഴപ്പം, ഞാൻ ചെന്നതിനാണ് കുഴപ്പം. അവിടെ ഹൈബിയുടെ പോകണ്ട, അവിടെ കോൺഗ്രസിന്റെ CPM-ന്റെ കൗൺസിലർമാരുണ്ടല്ലോ, കൊച്ചി കോർപ്പറേഷൻ അല്ലേ പള്ളുരുത്തിയില്, ആ കൗൺസിലർമാർക്കൊന്നും അവിടെ ചെന്ന് ചോദിച്ചൂടെ? അവർക്ക് ചോദിക്കില്ല. കാരണം എന്താണ്, അവിടുത്തെ SDP സംഘടിതമായ SDP അവർക്ക് ഭയമാണ്, അവർക്ക് ചോദിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നത് കൊണ്ട് ഇന്ന് അവിടെ ജനപ്രതി വന്നിട്ട് ഇപ്പൊ പറഞ്ഞു. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, വളരെ സന്തോഷം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്ത്? സ്കൂളിന്റെ യൂണിഫോം അത് തീരുമാനിക്കാനുള്ള അവകാശം സ്കൂളിനാണ്, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കരുത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. 24 മണിക്കൂറിനൊന്നും ഉള്ളിൽ ആ സ്റ്റേറ്റ്മെന്റിനെ ആര് മാറ്റി, എങ്ങനെ അത് മാറ്റപ്പെട്ടു, എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മേൽ അത്ര വലിയ സമ്മർദ്ദം ചെലുത്താൻ ശക്തിയുള്ള ഫോഴ്സ് ആരാണ് ഇവിടെ? ഇത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഞാനിപ്പോൾ പറയുന്നു, പൊളിറ്റിക്കൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, ഇതല്ല. അത് ഇവിടെ മാത്രമല്ല, എത്രയിടത്ത്. ആ കളമശ്ശേരി സംഭവിച്ചെന്താണ്? മുനമ്പത്ത് സംഭവിക്കുന്ന എന്താണ്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കോതമംഗലം സംഭവിച്ചെന്താണ്? ആ കോതമംഗലത്തെ കേസിൽ സർക്കാർ കൊടുത്തിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു. ആ സമർപ്പിച്ചതിൽ കൃത്യമായിട്ട് അവരുടെ അജണ്ട കളമശ്ശേരിയിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ കളമശ്ശേരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾ പ്രതികരിച്ചില്ലേ? അത് തന്നെയാണ് പ്രശ്നം. ഞാൻ എന്തുകൊണ്ടാണ് താങ്കൾക്ക് തോന്നിയത്? അത് താങ്കൾക്കെതിരായിട്ട് താങ്കൾക്ക് എന്തുകൊണ്ട് തോന്നി? ഞാനിപ്പോ പറഞ്ഞപ്പോൾ താങ്കൾക്കെതിരായെന്ന് തോന്നി?
അത് തന്നെയാണ് കളമശ്ശേരിയിലെ പ്രശ്നം. എനിക്കെതിരായിട്ടില്ല 42 നാട്ടിലെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രാദേശികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായി നിങ്ങൾ കളമശ്ശേരിയിലെത്തും, മുനമ്പത്തുമെത്തും, പള്ളുരുത്തിയിലെത്തും. അത് ഈ നാടിന് നല്ല നന്മയ്ക്ക് വേണ്ടിയല്ല. നേരത്തെ ഞാൻ പറഞ്ഞ നാഷണൽ ഹൈവേയിൽ വാഹനം മറിഞ്ഞ സമയത്ത് ഓടിക്കൂടിയ ആളുകളുടെ അവസ്ഥയിൽ തന്നെയാണ്. അല്ല, പറയട്ടെ കളമശ്ശേരിയിൽ എന്താ പ്രശ്നം ഞാൻ പറയാം. 42 വർഷമായി ആ കന്യാസ്ത്രീമാരുടെ കൈവശം ഇരുന്ന ഭൂമിയാണോ അത്? ആണോ? അവിടെ ഒരു മതിലുണ്ടായിരുന്നോ? അത്രയും വർഷം പഴക്കമുള്ള മതിലുണ്ടായിരുന്നോ? ആ മതിലിന്റെ ഒരംശം, ഒരു ഇഷ്ടിക കട്ടയെങ്കിലും അവിടെ ഉണ്ടോ? ഒറ്റ രാത്രിയിൽ രാത്രി 1 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ഈ നിമിഷം നമ്മൾ അവിടെ പോയാൽ ആ കന്യാസ്ത്രീ മഠത്തിന്റെ ഗേറ്റിന്റെ മുമ്പിൽ ഒരു സൈക്കിള് പോലും കയറാൻ വരാത്ത രീതിയിൽ 3 വീടുകൾ പച്ചയായിട്ടുള്ള കളവ് പ്രചരിപ്പിച്ച് സമൂഹത്തില് ഛിദ്രത ഉണ്ടാക്കുകയാണ്. എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ കളമശ്ശേരി മണ്ഡലത്തിലുള്ള ഒരാളാണ്. കോട്ടയത്ത് നിന്നുള്ള താങ്കൾ അവിടെ വന്നു, ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ ആ വിഷയത്തില് കളമശ്ശേരിയിലുള്ള ഞാൻ അവിടെ പോയിട്ടില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലാണ് മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്കളൊക്കെ പോയി. ഇല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും പ്രശ്നത്തിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള മാനസികാവസ്ഥയിലല്ല. അവിടെ വളരെ ആസൂത്രിതമായിട്ടുണ്ടായിട്ടുള്ള സംഭവം. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാനത് കാണുന്നത്. അവിടെ ഹൈക്കോടതിയുടെ വിധി, ഹൈക്കോടതിയിൽ നിന്നല്ല. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്കൂൾ തുറക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല, അതൊരു സംശയം വേണ്ട. ഇത്തരം പ്രവണതകളെ ഈ രാജ്യത്ത് അനുവദിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയില്ല. ഞങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയില്ല? നിങ്ങൾ മതേതരത്വം പ്രസംഗിക്കുന്നവരല്ലേ, നിങ്ങൾക്കൊന്ന് പൊക്കൂടെ? ഷോൺ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ ടി എ മുജീബ് റഹ്മാൻ, ഷോൺ പറഞ്ഞ ഒരു കാര്യം, ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാട് യൂണിഫോം പാലിച്ചേ തീരൂ എന്നുള്ളതായിരുന്നു. ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം നിയമാവലിയിൽ മാറ്റം വരുത്തേണ്ട എന്ന രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു. ഇരുട്ടി വെളുത്തപ്പോൾ എങ്ങനെ നിലപാട് മാറി? അതാണ് അവിടെ ഷോൺ ആരോപിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന്. ഒരു സ്കൂളിൽ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ആദ്യം ഇടപെടുകയും ആ വിഷയത്തിന് പരിഹാരം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്, ജില്ലാ ഭരണകൂടമാണ്. അവിടെ അവരെന്ത് തീരുമാനം എടുക്കണം, എന്ത് തീരുമാനം എടുക്കരുത് എന്ന് നമുക്ക് അവരോട് നിർബന്ധിക്കാൻ കഴിയില്ല. അവിടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കപ്പെട്ടുള്ള, ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവന ഞാൻ വായിച്ചു, മഞ്ജുഷ എനിക്ക് അയച്ചെന്നു, അതല്ലാതെ സോഷ്യൽ മീഡിയയിലും കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടന അനുസരിച്ചിട്ടുള്ള മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് തട്ടമിട്ട് പോകുവാൻ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇവിടുത്തെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായത്തോട് വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു, ഈ പറയപ്പെടുന്ന രീതിയിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ആ കുട്ടിയുടെ തലയിൽ തട്ടയിടാനുള്ള, ഹിജാബിടാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ടത് തെറ്റാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയം അദ്ദേഹം നിയമത്തിൻ്റെയും അതേപോലെ തന്നെ നേരത്തെ കോടതി വിധികളുടെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അതിനെ ചോദ്യം ചെയ്യാൻ ഞാനില്ല. അല്ലല്ല സ്കൂളിൽ പക്ഷേ അത് അനുവദനീയമല്ല. കാരണം സ്കൂളിനാണല്ലോ തീരുമാനിക്കാൻ പറ്റുന്നത്. അതാണല്ലോ ഹൈക്കോടതി വിധിയിലും പറഞ്ഞിട്ടുള്ളത്, സ്കൂൾ നിയമാവലി അനുസരിച്ച് വേണമെന്ന്. പക്ഷെ അതിന് വിരുദ്ധമായ നിലപാടാണ് മന്ത്രി. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ, അല്ലല്ല തട്ടമിടരുത് എന്നൊന്നും ആരും ഇവിടെ നിലപാട് എടുത്തിട്ടില്ല കേട്ടോ, അങ്ങനെ പറയരുത് താങ്കൾ. മഞ്ജുഷേ, ഒരു കാര്യം ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ മക്കളും അതേപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇവിടുത്തെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു മുസ്ലിം കുട്ടി തട്ടമിട്ട വിഷയത്തെ ഇത്രമാത്രം ആളിക്കത്തിച്ചുകൊണ്ട് ഇവിടെ വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള അവിടുത്തെ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചപ്പോൾ ഞാൻ അത്തരത്തിലുള്ള വാദങ്ങൾ തിരിച്ചു വെക്കുമ്പോൾ അതൊരു വർഗീയമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവ സ്കൂളുകളിൽ ഈ പറയപ്പെടുന്ന എല്ലാ മതസ്ഥർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന കുട്ടികളെ കൊണ്ട് അവിടെ കുരിശ് വരിപ്പിക്കുകയും അതേപോലെ തന്നെ അവിടെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ അവർ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്ന ഈ സ്കൂളിൽ തന്നെ സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ പത്രവാർത്തകൾ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. ഈ സ്കൂളിൽ തന്നെ പള്ളുരുത്തി പ്രദേശത്തുള്ള മുസ്ലിം കുട്ടികളെ കുരിശ് വരിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്.